സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ദൈവജന പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. വളരെ ബദ്ധപ്പാടുകളോടുകൂടെ നിങ്ങളെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്നാളുകളിൽ നിങ്ങൾ വളരെ കോഷ്യസ് ആയിരിക്കണം. ദൈവ വചനത്തിൽ വളരെ വെൽ റൂട്ടഡ് ആയിരിക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന ആധുനികമായ ട്രെൻഡിന്റെ പുറകെ ഒന്നും ദയവായി പോകരുത്. പ്രത്യേകിച്ചും കുവൈറ്റുള്ളവർ ശ്രദ്ധിക്കുക. അമേരിക്കയിൽ പോയി വീണിട്ട് ബാക്കി കുവൈറ്റ് വീഴാൻ വരുന്നവരൊക്കെ ഉണ്ട്. ദയവായി അബദ്ധത്തിൽപ്പെടുകയൊന്നും ചെയ്യരുത്. കീപ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. വരുന്ന ആരാന്നും ഇങ്ങോട്ടാ വരുന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അവിടെ ഉള്ള ദൈവമക്കൾ നിങ്ങൾ എനിക്ക് വ്യക്തിപരമായി നിങ്ങളെ അറിയാവുന്നത് കൊണ്ട് ബി കെയർഫുൾ, ദാറ്റ്സ് ഓൾ. നിങ്ങൾ അതിന്റെ ഒന്നും പുറകെ പോകുന്നവരല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മള് ദൈവവചനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിനെ സന്ദർശിക്കാൻ വന്ന ദൂതന്മാർ സോദോമിലേക്ക് പോകുന്നതും ആ സോദോമിൽ അവർ എതിർപ്പെട്ട സാഹചര്യങ്ങൾ നിമിത്തവും അതിലുപരി ദൈവത്തിന്റെ ക്രോധ നിമിത്തവും സോദോമിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങാൻ തയ്യാറാകുന്ന രംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോദോമിലെ ജീവിതം വളരെ അധാർമികവും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കോപം ജ്വലിച്ചതിന്റെ പിൻപിൽ സോദോമിന്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു 4-5 ക്ലാസ്സും കൂടെ അത് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ പാപത്തെക്കുറിച്ച് മാത്രം പറഞ്ഞൊരു സുഖം അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടുകളയുക. അതൊരു നല്ല നമ്മൾ വചനം പഠിക്കാനിരുന്നേച്ച് ഈ പുള്ളി പാപം എന്ന് മാത്രമല്ലാതെ നല്ലതൊന്നും പറയുന്നില്ലെന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകരുതല്ലോ. ചിന്തകത്തിൽ പറയാതിരിക്കാൻ നോക്കുകയല്ല. അപ്പോൾ സോദോമിന്റെ പാപം നമുക്കൊരു ഉത്തരവാദിത്വം ഉള്ളത്. ഞാൻ അബ്രഹാമിന്റെ കാര്യം ചിന്തിച്ചപ്പോൾ ഞാൻ ഓർക്കുക, തന്നെ വിട്ടു പിരിഞ്ഞ് ലോത്ത് പോയെങ്കിലും അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ അബ്രഹാമിന് മടിയില്ല. നമ്മളാണ് ആത്മാവിൽ നേർന്ന് പറഞ്ഞതിന് തുള്ളിച്ചാടി പോയതല്ലേ, പോയി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നമ്മുടെ ആത്മാവിന്റെ നിറം അങ്ങനെ. നമുക്ക് നിറവല്ല, നിറഞ്ഞ് കവിയുന്നവരും കൂടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുള്ളൂ. പരിശുദ്ധാത്മാവ് ഇടപെടാഞ്ഞിട്ടാണോ? പരിശുദ്ധാത്മാവ് സംസാരിക്കാഞ്ഞിട്ടാണോ? മുന്നറിയിപ്പ് കൊടുക്കാഞ്ഞിട്ടാണോ? എന്നിട്ട് കേൾക്കാതെ പോയതല്ലേ, അനുഭവിക്കട്ടെ എന്നേ നമ്മൾ പറയൂ, അല്ലേ? ഓ, എനിക്ക് അബദ്ധം പറ്റിയ, നിങ്ങൾ അങ്ങനെ പറയുക. വെരി ഗുഡ്, സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ളവരാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അബ്രഹാം തന്റെ കൂടെ വിരിഞ്ഞു പോയവനാണെന്നോ, ദേശം നിന്റെ മുമ്പിലിരിക്കുന്നു പറഞ്ഞപ്പോൾ നല്ല ഭാഗം നോക്കി എടുത്തുകൊണ്ട് പോയതല്ലേ, ഇതൊന്നും അല്ല അബ്രഹാമിന്റെ വിഷയം. ദൈവിക ന്യായവിധി, ദൈവത്തിന്റെ കോപത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഞാൻ എന്തുമാത്രം ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കണമോ അത് ചെയ്യാൻ 100% റെഡിയായിട്ട് അബ്രഹാം നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചില്ലേ, 99 വർഷം കാത്തിരുന്ന വാഗ്ദത്തം നിവൃത്തിയാകാൻ പോകുമ്പോൾ ന്യായമായ ഒരു സെലിബ്രേഷനായി മാറ്റേണ്ട അന്തരീക്ഷം അബ്രഹാം സെലിബ്രേഷനാക്കി മാറ്റാതെ മധ്യസ്ഥത ടൈമാക്കി മാറ്റി. 99 വർഷം കാത്തിരുന്നിട്ട് കിട്ടാൻ പോകുന്ന തലമുറയേക്കാൾ അബ്രഹാമിന് വിഷയം നശിച്ചു പോകുന്ന ലോത്തും കുടുംബവുമായിരുന്നു. സ്തോത്രം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം വാഗ്ദത്തം പ്രാപിക്കാൻ തലയും കുത്തി മറിയ. അബ്രഹാം വാഗ്ദത്തം നിവർത്തിക്കോ നിവർത്തിക്കാതിരിക്കോ വിഷയം അതല്ല. ദൈവത്തിന്റെ കോപം സോദോമിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിനകത്തൊന്നും
ഒരാളെയെങ്കിൽ ഒരാളെ, കുറച്ചുപേരെങ്കിൽ കുറച്ചുപേരെ വലിച്ചെടുക്കാൻ പറ്റില്ല ആകട്ടെ. അതിന് അബ്രഹാം നിൽക്കുക, ഇടിവിൽ നിന്നോട് പറയുക, 50 പേരുണ്ടെങ്കിൽ വെറുതെ വിട്ടേക്കാവോ? 45 40 പിന്നെ ഞാൻ പറയാം, അയ്യോ ഞാൻ വീണ്ടും യഹോവയോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, ഈ ചാരമായിരിക്കുന്ന പുഴുവായിരിക്കും ഞാൻ വീണ്ടും സംസാരിക്കുക, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. മതിച്ചണക്കുന്ന അങ്ങനെ അല്ലാതെ കർത്താവേ നീ ഇറങ്ങിയേ മതിയാകൂ, നീ വിടുവിച്ചേ മതിയാകൂ, നീ തൊട്ടേ മതിയാകൂ. ആരോടാ പറയുന്നത്? നമുക്ക് ആത്മാവിന്റെ ഉശി കയറി കഴിഞ്ഞാൽ പിന്നെ വെളിവും ബോധമില്ലാത്ത രീതിയാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു പോയ കക്ഷികളോട് അബ്രഹാം ഇടപെടുന്ന കണ്ടോ? സ്തോത്രം. പോരെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അബ്രഹാമോട് പറയാതെ ചെയ്യലെന്നും പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ ഇന്റിമസി കണ്ടോ? അത്ര ഇന്റിമസി ഉണ്ടായിരുന്നിട്ടും അബ്രഹാം പറയാ, ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചോട്ടെ, ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പറയുക, ക്ഷമിക്കണേ, ഈ പുഴുവാൻ ഞാൻ വീണ്ടും ഒന്നുകൂടെ അപേക്ഷിക്കുന്നു, ഒന്നും ചെയ്യരുത്. അവിടെ ഒരു 10 പേരാണേലും കണ്ടോ? അതാ ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇന്റർസെഷൻ കംസ് ഫ്രം ഇന്റിമസി. ഇന്റിമസി ഇല്ലാത്തവനെ അങ്ങനെ ഇന്റർസീഡ് ചെയ്യാൻ പറ്റും? സ്തോത്രം. പണ്ടമണി കിടക്കുന്ന തങ്കച്ചന്റെ നെഞ്ചിരുവേലിക്ക് ഞാൻ ഇവിടുന്ന് എന്തോന്ന് പ്രാർത്ഥിക്കാനാ? പ്രാർത്ഥിക്കരുതെന്നല്ല, ഞാൻ ആളെ കണ്ടിട്ടുമില്ല, ഞങ്ങൾ നമ്മളോട് ഇന്റിമസി ഇല്ല. അവിടെ തങ്കച്ചനുണ്ടെന്നറിയാം. പിന്നെ ഏറ്റുകൊണ്ട് ഞാൻ പറയും, കർത്താവേ തങ്കച്ചനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കരം തുറന്നമേ, നെഞ്ചിനുവേദന ഭാരപ്പെടുന്നല്ലോ, ഇന്ന് രാത്രി സുഖമായി വിശ്രമിപ്പാൻ കൃപ ചെയ്യണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആ പ്രാർത്ഥന പോഷ് കാണുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനും തങ്കച്ചനും നമ്മൾ ഒരു ഇന്റിമസി ഇല്ല. സ്തോത്രം. പ്രാർത്ഥന അങ്ങനല്ല. ഞാൻ അല്പം ഇറങ്ങി പോകുന്ന പോലെ തോന്നുന്നു, എന്നാൽ ഞാൻ സന്ദർഭമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, ഒരു 41 സംഘത്തിന്റെ 3-ാം വാക്യത്തിൽ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെ ധൂപമായി ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അങ്ങനല്ലേ? അപ്പൊ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി ചെല്ലണം, അങ്ങനാണ് വാക്യം. ധൂപമായി പ്രാർത്ഥന ചെല്ലണം എന്നുണ്ടെങ്കിൽ ധൂപം എന്താണെന്നറിയണ്ടേ? വേണ്ടേ? പിന്നെ നമുക്ക് ധൂപം അറിയാം, അച്ഛൻ ഞാൻ വീശുന്നേ, കുന്തിരിക്ക ഇട്ട് തീ കത്തിച്ച് വീശുന്നേ, അതിന്റെ പേര് ധൂപം ഒന്നൊന്നുമല്ല. സ്തോത്രം. ധൂപമാകണമെന്നുണ്ടെങ്കിൽ 5 കൂട്ടം ഐറ്റംസ് അതിനകത്തുണ്ടായിരിക്കണം. 5 കൂട്ടം സാധനങ്ങൾ ഒരേ അളവിൽ ഒരുക്കിയെടുക്കുന്നതാണ് ധൂപവർഗങ്ങൾ. നിർമ്മശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സംബ്രാണി, ഉപ്പ്, സ്റ്റാക്ട്, ഒനിക്ക, ഗാൽവനം, ഫ്രാങ്കിൻസെൻസ് ആൻഡ് സാൾട്ട്. These are the 5 ingredients in the altar of incense. ധൂപപീഠത്തിനകത്ത് വേണ്ടത് 5 കൂട്ടം ഐറ്റംസ്. ഏതൊക്കെ? നർമ്മശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സംബ്രാണി, ഉപ്പ്. ഈ 5 കൂട്ട സാധനങ്ങൾ ഒരേ അളവിലെടുത്ത് ഇടിച്ച് പൊടിച്ച് ധൂപവർഗമാക്കി ധൂപകലശത്തിനകത്തിടും. എന്നിട്ട് ഈ വെളിയിൽ പ്രാകാരത്തിൽ യാഗപീഠത്തിന് തീക്കനൽ കൊണ്ടുവന്ന് ഈ ധൂപകലശത്തിനകത്തിട്ട് ഇത് കത്തിക്കും. അങ്ങനെ അതിന്റെ ഇടപാട്. ആ ധൂപകലശമാണ് പുരോഹിതൻ കൃപാസന ധൂപപീഠത്തിന്റെ മീതെ ഇങ്ങനെ എന്താ പറയാ വീശി ഉഴിയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ പുകയാണ് മേൽപോട്ട് ഉയരുന്നത്. ഈ 5 കൂട്ടം സാധനങ്ങൾ ഒരേ അളവിൽ ഒരുക്കിയെടുത്ത് പുരോഹിതൻ ധൂപപീഠത്തിന്മേൽ ഇങ്ങനെ വീശി ഉഴിയുമ്പോൾ ഈ ധൂപപീഠത്തിൽ നിന്നും ഈ 5 കൂട്ടം സാധനങ്ങൾ ഒരുപോലെ പൊടിഞ്ഞു നുറുങ്ങി നീറിപ്പുകഞ്ഞ് ഇതിന്റെ പുക ഇങ്ങനെ മേൽപോട്ട് ഉയരുമ്പോൾ അതിന്റെ അറോമ, അവന്റെ സൗരഭ്യവാസന യഹോവയായ ദൈവം ആസ്വദിച്ച് കഴിയുമ്പോൾ പിന്നെ തമ്പുരാൻ അവിടെ ഇരിക്കാൻ നോക്കുകയല്ല. അപ്പൊ പിന്നെ ദൈവസ്ഥാനം താഴേക്ക് ഇറങ്ങുക. അതിന്റെ പേരാണ് ഷെഖീന. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അല്ല, ഞാൻ തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഷെഖീന ഇറങ്ങിയല്ല.
ഈ 5 കൂട്ടം ഐറ്റം വേണം. ഈ 5 കൂട്ടം ഐറ്റം വേണമെങ്കിൽ മിനിമം 5 മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെയാണ് പറയാൻ പറ്റും. നിങ്ങൾ 5 കൂട്ടം സാധനം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്റെ വിഷയം അതല്ല. ഈ യഹോവയുടെ സന്നിധിയിൽ വരുന്നവൻ വെറും കൈയായിട്ട് വരുന്നില്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകില്ല, അവിടെ തന്നെ നിൽക്കുക. അബ്രഹാം ഇന്റർസെഷൻ ആയി പറയുന്നത്, വരുന്നവൻ വെറും കൈയായിട്ട് ദൈവത്തിൽ വരാൻ പറ്റുകയില്ല. പശുക്കിടാവോ കാളക്കിടാവോ ആട്ടുകൊച്ചനോ ചെമ്മരിയാടോ കോലാടോ, ഇനി അതിനും ഗതിയില്ലാത്തതാണെങ്കിൽ കുറുമ്പ്രാവിനെയും കൊണ്ടുവരണം. മനസ്സിലായല്ലോ? അത് വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ട് വരണം. ഞായറാഴ്ച രാവിലെ ധൃതി പിടിച്ച് കൂട്ടി നിൽക്കുന്നതിനെ പിടിച്ചോണ്ട് വന്നാൽ ഒക്കുകയല്ല. അതിന് ഒരുക്കി റെഡിയാക്കി ഊനമില്ലാത്തതാണെന്ന് ഉറപ്പ് വെച്ചിട്ട് അതിനെയും കൊണ്ട് വേണം വരാൻ. ഇവിടെ വരുമ്പോൾ പുരോഹിതന്മാർ മിനിമം 5 പേരെങ്കിലും പരിശോധിക്കും. 5 പുരോഹിതന്മാർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ യാഗപീഠത്തിലേക്ക് കയറ്റൂ. ആ 5 പേര് ഊനമില്ലെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോഴേ യാഗപീഠത്തിൽ വെക്കാൻ നോക്കൂ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ചുമ്മാ അല്ല 5 കോടതിയിൽ ഒരാടിനെ മാറി മാറി വിസ്തരിച്ച് 5 കോടതി ഒരുപോലെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല കയറ്റിക്കൊള്ളാൻ യാഗപീഠത്തെ. ആരോട് പറയാന്? വിഴുക്കസിയാന്ന് പറഞ്ഞിരിക്കുക. ഞാൻ നല്ല കിൻഡല് കണക്കിന് വെയിറ്റ് ഉള്ള സാധനം ഇപ്പൊ പറഞ്ഞു വിട്ട്. കർത്താവിനെ ക്രൂശിക്കാൻ 5 കോടതിയിൽ ഒറ്റ രാത്രി തന്നെ മാറി മാറി വിസ്തരിച്ചില്ലേ? വിസ്തരിച്ച മുഴുവൻ കോടതിയും പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. ഒരു കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാഗപീഠത്തിൽ കയറ്റിയത്. മനസ്സിലാകുന്നുണ്ടോ? അതിനൊക്കെ ആ സ്വോത്രം പറയേണ്ടത്. നമുക്ക് സ്വോത്രം പറയണമെങ്കിൽ ഈ നാളുകളിൽ നിന്നെ ചുറ്റിവരിഞ്ഞ് മുറുക്കുന്ന മുന്നോട്ട് വിടാത്ത ദുഷ്ടശക്തി എന്ന് പറയുകയാണെങ്കിൽ പിടിവിടാന്ന് പറയത്തുള്ളൂ. ക്രൂശ് പറഞ്ഞാൽ എന്തോന്ന് സ്വോത്രം പറയാന്? സ്വോത്രം. എനിക്കാണ് ഈ ക്രൂശ് പറയുമ്പോഴേ ആവേശം ഉണ്ടാവൂ. അത് രാവിലെ മുതൽ സന്ധ്യ വരെ വേണേലും പറയാൻ ഞാൻ റെഡിയാ. പിന്നെ ജീവൻ തന്ന പ്രാണനാഥന്റെ കട്ടപ്പാടുകൾ ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്നാ പ്രിയരെ? ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നെന്ന് പാടുമ്പോൾ ആ ദർശനം നമ്മുടെ മനസ്സിൽ തെളിയണം. പോട്ടെ. അപ്പൊ ഈ കൊണ്ടുവരുന്ന വ്യക്തി വാതിക്ക നിൽക്കുക. പുരോഹിതന്മാർ പലരും അവിടെ നിൽപ്പുണ്ട്. അവരത് വാങ്ങിച്ച് പശുക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ കാളക്കിടാവ് എന്താണെന്ന് അവർ കൊണ്ടുവന്ന് വാങ്ങിച്ച് ഊനമില്ലെന്ന് കഴിയുമ്പോൾ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് എന്നെ കണ്ടിക്കുന്ന ആൾക്കാർ വേറെയാ. കഴുത്ത അറുക്കും, എന്നിട്ട് തോലുരിഞ്ഞെടുക്കും, എന്നിട്ട് കണ്ണുമായി നുറുക്കും. അകത്തെ കുടലും വവയും മൂത്രപിണ്ടവും ഒക്കെ പൊതിഞ്ഞ് വേറെ മാറ്റി അത് കളയാൻ വേറെ സ്ഥലമുണ്ട്. എന്നിട്ട് കണ്ണുമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെക്കുക. യാഗപീഠം 5 മുഴ സമചതുരം 3 മുഴ ഉയരം യാഗപീഠം. മനസ്സിലായല്ലോ? 24 മണിക്കൂറും ചൂള പോലെ കത്തുന്ന യാഗപീഠം. രാത്രിയും പല ഒരുപോലെ തീ കത്തിക്കൊണ്ടിരിക്കുക. അത് കെടാൻ പാടില്ല. വായ് ആലയത്തിന്റെ പണി തീർന്നപ്പോൾ മോശ ആലയം ദൈവസ്ഥനെ പ്രതിഷ്ഠിച്ച സമയം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കത്തിയ തീയായത് യാഗപീഠത്തിന്മേൽ. ഇവിടെ ആരും തീപ്പെട്ടി കുറച്ച് കത്തിച്ചല്ല. തീ കത്തിക്കാന്ന് പറഞ്ഞ് ഒപ്പിച്ചതല്ലിത്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കത്തിയ തീയ. അതുകൊണ്ട് തന്നെ അത് കെട്ടുപോകാൻ പാടില്ല. ഇതാണ് ഈ ഒറിജിനൽ തീയുടെ ഗുണം. അത് ഈ വെള്ളിയാഴ്ച മാത്രം കത്തുന്നതല്ല. പിന്നെ ഈ യോഗത്തിന്റെ ഒടുവിൽ നമ്മൾ പാട്ട് പാടി ഒക്കാതെ വരുമ്പോൾ ഫാസ്റ്റ് കീബോർഡിനെ കണ്ണ് കാണിക്കുമ്പം താളം മാറ്റിയിട്ട് ഈ കുർള എക്സ്പ്രസ് പോകുന്ന സ്പീഡിൽ ഒരു പാട്ട് പാടുമല്ലോ. പാട്ടിനെ സ്പീഡ് കൂട്ടി കൊണ്ടുപോയി പിന്നെ ഗിറ്റാറും കീബോർഡും എല്ലാം കൂടെ വാരി അടിച്ച് ബഹളം വെച്ച് അങ്ങനെ കത്തുന്നതും അല്ലിത്. ഒറിജിനൽ തീ അത് ഒരിക്കൽ കത്തിയത് അത് നിന്ന് കത്തും. അത് സ്റ്റെഡ് ഫാസ്റ്റാ. വല്ല മനസ്സിലാകുന്നുണ്ടോ? ആ ഒറിജിനൽ തീയുടെ ഗുണം അത് ഒരിക്കൽ കത്തിയാൽ മതി, അന്ത്യം വരെ നിലനിൽക്കും. അതാ നല്ല തീ. ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. അപ്പൊ അതുകൊണ്ട് രാവും പകൽ 24 മണിക്കൂർ തീ കത്തിക്കൊണ്ടിരിക്കുക. പുരോഹിതന്മാർ എപ്പോഴും ഈ യാഗപീഠത്തിന്റെ അടുക്കൽ തന്നെ ഉണ്ട്. അവർക്ക് എങ്ങും പോകാനൊക്കെയല്ല. മനസ്സിലാവുന്നുണ്ടോ? 24 മണിക്കൂറും പുരോഹിതന്മാർ, ചുമതലയേറ്റ പുരോഹിതന്മാർ യാഗപീഠത്തിനുണ്ട്. എപ്പം യാഗത്തിനും കൊണ്ട് ആള് വന്നാലും യാഗം നടത്താൻ റെഡിയാ. ഞാൻ ബിസി, അതുകൊണ്ട് ഈ ആഴ്ച പറ്റുകയില്ലെന്ന് പുരോഹിതർ പറയാനൊക്കെയല്ല. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? പിന്നെ ഹീസ് ഓൾവേസ് അവൈലബിൾ. അവിടെ പുരോഹിതൻ അവിടെ തന്നെ ഉണ്ട് യാഗപീഠത്തിങ്കൽ. ഈ കൊണ്ടുവരുന്ന യാഗമൃഗത്തെ പുരോഹിതൻ വാങ്ങിച്ച് ഈ യാഗപീഠത്തിൽ വെച്ച് കഴിയുമ്പോൾ 24 മണിക്കൂർ ചൂള പോലെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് കൊടുത്തിട്ട് യാഗമൃഗത്തെ കൊണ്ട് വന്നവൻ പോവുകയല്ല, അവൻ അവിടെ തന്നെ നിൽക്കും. അതാ അതിന്റെ ഇടപാട്.
നിങ്ങൾ എന്റെ കൂടെ വരണേ. മനസ്സിലാകുന്നുണ്ടോ? സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ യാഗവസ്തുവിനെ കൊണ്ട് വരുന്നവൻ പുരോഹിതനിൽ യാഗവസ്തുവിനെ കൊടുത്ത അവൻ കൂടാരത്തിൽ പോവുകയില്ല. അവൻ വാതുക്കൽ തന്നെ നിൽക്കുക. തനിക്ക് പകരം താൻ ചാമ്പലാകേണ്ട സ്ഥാനത്ത്, താൻ കഴുത്ത് അറുക്കപ്പെടേണ്ട സ്ഥാനത്ത്, തനിക്ക് വേണ്ടി ഈ ആട്ടുകൊറ്റൻ കഴുത്തറുക്കപ്പെടുന്നതും രക്തം ചൊരിയുന്നവൻ ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് തീർന്നില്ല. താൻ ചാരമാകേണ്ട സ്ഥാനത്ത് തനിക്ക് വേണ്ടി ഈ ആട്ടുകൊറ്റൻ ഈ തീക്കകത്ത് വെന്ത് ചാരമാകുക. അതാ ഞാൻ മുമ്പ് പറഞ്ഞ ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവൻ നാം രക്ഷകൻ ജീവിക്കുന്നു എന്നൊക്കെ പാടുകയല്ലേ. അത് പാടുമ്പോ ഈ രംഗം മനസ്സിൽ തെളിയണം. പോട്ടെ, ഞാൻ 2 വർഷം പറഞ്ഞു സമയം പോകും. അതിനെ അങ്ങോട്ട് കൊടുത്ത തീക്കകത്തിരുന്ന് ഈ മാംസം വേകുമ്പോൾ പുരോഹിതന്റെ കയ്യിൽ മുപ്പല്ലിയും കൊടുത്തുകൊണ്ട് അതുകൊണ്ട് കുത്തി തിരിച്ചും മറിച്ച് ഈ മാംസം വെക്കും. മാംസം വെക്കുമ്പോൾ നന്നായിട്ട് വെന്ത് ഇത് ചാരമാകും. ഈ മാംസം വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു 3 മുഴം ഉയരം എന്നല്ല പറഞ്ഞത്, മേളിലും താഴേക്ക് 1.5 മുഴം താഴെ. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു വലപ്പണിയുണ്ട്, വല. ആ വലയുടെ മേലാണ് ഈ മാംസം വെക്കുന്നത്. അപ്പൊ ഗുണം എന്നറിയാമോ? തീ കത്തിച്ച ചാരമായി കഴിയുമ്പോൾ ഈ വലക്കകത്തൂടെ ഈ ചാരം താഴെ വീഴും. ആ ചാരം മുഴുവൻ പുരോഹിതൻ ഒരു കിണ്ണത്തിനകത്ത് വാരിയെടുത്ത് അനന്തരം വാതുക്കൽ നിൽക്കുന്ന യാഗമൃഗത്തെ കൊണ്ട് വന്നവനെ കൊണ്ട കാണിക്കും. ഈ ചാരം കണ്ടിട്ട് അവൻ പോകും. ചാരം കാണുമ്പോൾ അവൻ കൈയോർത്തി ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ പുരോഹിതൻ അവനെ അനുഗ്രഹിച്ചു വിടും. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം വരുമാറാകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ഇത് കേട്ടിട്ടേ പോവുള്ളൂ. ഈ വന്നതിന്റെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹത്തിനകത്താ. ഈ ആശീർവാദം കേൾക്കാതെ അവൻ പോവുകയല്ല. നമ്മൾ സ്വത്രാഴ്ച ഇടുമ്പോ മേശയുടെ അടിയിൽ കൂടെ പാസ്റ്റേ കൈ കാണിച്ചു പോവാ, പോട്ട് അത്യാവശ്യമുണ്ട്, നടന്നോട്ടെന്ന്. പൊക്കോ, ഒരു ഗുണം ഉണ്ടാവുകയല്ല വന്നതുകൊണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇടയ്ക്ക് ഇറങ്ങിപ്പോയാലുണ്ടാകും ദോഷമാണ് ഞാൻ ഈ പറഞ്ഞേ. അതുകൊണ്ട് ഈ യാഗവസ്തുവിനെ കൊണ്ട് വന്നവൻ വന്നതിന്റെ ചാരം കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോഴവന്റെ മനസ്സ് തണുക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല. നിങ്ങൾ ഏത് ആടായാലും ഞങ്ങളെ വിളിച്ചറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ വരുന്ന വഴിക്ക് ആരെ കൊടുത്തിട്ട് പോയാൽ മതി, മുണ്ടക്കേട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഇവര് ചാരമാക്കി വെക്കും, ചാരം മേടിച്ചുണ്ട്. അങ്ങനത്തെ ഒരുപാട് സെന്റർ ഉണ്ട് ഇപ്പോ. 24 മണിക്കൂറും നിങ്ങളുടെ ഏത് വിഷയം ചാരമാക്കുന്ന സെന്ററുകൾ. എന്നെ ആൾക്കാരെ കൂടെ തല്ലിക്കൊല്ലുന്ന അറിയാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള പ്രയർ സെന്ററുകളൊക്കെ മോശമാണെന്നാണോ പാസ്റ്റർ ഈ പറയുന്നത്? അതൊക്കെ തെറ്റാണെന്നാണോ പറയുന്നത്? തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. ഞാൻ വചനപ്രകാരമുള്ള കാര്യം പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. ഇന്റർസെഷൻ കംസ് ഫ്രം ഇന്റിമസി. ഇന്റിമസി ഉണ്ടാകേണ്ടതായത്. പ്രാർത്ഥനയ്ക്ക് കൂലിക്ക് ഇരുത്തി. ഞാൻ മുമ്പൊരിക്കൽ ഒരു ക്ലാസ്സിനകത്ത് പ്രാർത്ഥന എന്താന്ന് പറഞ്ഞതാ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതെന്താന്ന് വകുപ്പ് അറിയാതെ ചുമ്മാ പ്രാർത്ഥനയാന്ന് പറഞ്ഞ നോക്കുക. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അറിയണ്ടേ? ഇതിന്റെ അർത്ഥം എന്താന്ന്? യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയണ്ടേ? ചുമ്മാ തുറന്നു പിടിക്കല ആമേൻ 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്ന് പറയുന്നത് കാര്യം വല്ലതും ഉണ്ടോ? ഡോണ്ട് ഡു ദാറ്റ്. അപ്പൊ ഇത് ആമേൻ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണെങ്കിൽ ആമേൻ പറയാം, അതറിയണ്ടേ? യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പോട്ടെ, ഞാൻ അതെല്ലാം എടുക്കാനാട്ടെ. ഞാൻ പറഞ്ഞത് അബ്രഹാം ഇപ്പോഴും ലോത്തിനും കുടുംബത്തിനും വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നുള്ള ഞാൻ പറഞ്ഞത്. പ്രിയരെ, നമ്മുടെ കൂടെ ആരാധിച്ചവരും, നമ്മളെ വിട്ടുപോയവരും, നമുക്ക് ദോഷം ചെയ്തവരും, നമ്മളെ കുറിച്ച് ദുർവാക്ക് പറഞ്ഞവരും, നമ്മളെ കുറിച്ച് ദോഷം ചെയ്തവരും ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ അവർക്ക് വേണ്ടിയും ഇന്റർസീഡ് ചെയ്യാൻ മനസ്സുള്ളവന്റെ പേരാണ് ആത്മീയൻ. അങ്ങനെ ഉള്ളവനോട് ആ തമ്പുരാൻ ഒന്നും മറച്ചു വെക്കാതെ സംസാരിക്കുന്ന വല്ലതും പിടി കിട്ടുന്നുണ്ടോ? സ്വോത്രം. ആ ആറ്റിറ്റ്യൂഡ് ഉള്ളവനോട് ദൈവം തമ്പുരാൻ തന്റെ തിരുഹൃദയത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തു. അല്ലെ നമ്മൾ കർത്താവേ സംസാരിക്കണമേ സംസാരിക്കണമേ സംസാരിക്കണമേ, അഗാധവും ഗൂഢവുമായിട്ട് വെളിപ്പെടുത്തണമേ. ഏതഗാധവും ഗൂഢവും?
മനുഷ്യനെ കണ്ട ചിരിച്ചു കാണിക്കാനും മിണ്ടാനും ആദ്യം മനസ്സ് കാണിക്കണ്ടേ, പിന്നല്ല അഗാധവും കൂടും. സ്വോത്രം. കൈ കൊടുത്താൽ ചുവര് കൈ കൊടുക്കുകയല്ല, മിണ്ടുകയാണെങ്കിൽ നന്നായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുകയല്ല. നോ, അവിടെ നിന്ന് ദൈവത്തിന് ഒന്നും ചെയ്യാനില്ലെന്നേ. ഇവിടെ നോക്ക്, തന്നെ വിട്ടുപോയ ആ ലോത്തിനു വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ അബ്രഹാം കാണിക്കുന്ന മനസ്ഥിതി ഭയങ്കരമാണ്. സ്തോത്രം. കാരണം അബ്രഹാമിന് മനസ്സിലായി തമ്പുരാന്റെ തീ തലയ്ക്ക് മീതെ വന്നിക്കുക. അതിലെ ലോത്ത് മക്കള് വന്ന ജീവരക്ഷാർത്ഥ ഓടിപ്പോക്കോ, നിക്കരുത്. സ്തോത്രം. ലോത്തിനെ കുറിച്ച് വലഞ്ഞു പോയ നീതിമാൻ എന്നാ പറയുന്നത്. വലഞ്ഞു പോയെങ്കിലും പുള്ളി നീതിമാനായിരുന്നു, അത് പറയാതിരിക്കാൻ നോക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ലോത്ത് പറഞ്ഞത്, അവിടെയുള്ള പുരുഷന്മാര് വന്നിട്ട് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞപ്പോൾ, അല്ലല്ല, അവരെ ദയവായി നിങ്ങൾ ഒന്നും ചെയ്യരുതേ, പുരുഷൻ തൊടാത്ത 2 കന്യകമാരായി പെൺകുട്ടികൾ എനിക്കുണ്ട്, ഞാൻ അവരെ വിട്ടുതരാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ടാണ് നീതിമാൻ എന്ന വിളിക്ക് ലോത്ത് ക്വാളിഫൈഡ് ആകാൻ കാരണം. കണ്ടോ, ജീവിതത്തിൽ കുഴഞ്ഞു പോയെങ്കിലും, ജീവിത സാഹചര്യ നിമിത്തം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ദൈവിക വ്യവസ്ഥയ്ക്കും ദൈവനാമ മക്കളും നിൽക്കാൻ ലോത്തും തയ്യാറായെന്നുള്ളത് കാണാതെ പോകരുത്. Praise the Lord. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ, നമ്പർ 1 ഗർവം, നിഗളം, അഹങ്കാരം. ഇന്നത് നിശ്ചയമായി നമ്മുടെ സഭകളിൽ പറഞ്ഞ് പഠിപ്പിച്ചേ മതിയാകും. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ലാതെ, ഊഷ്മളമായ ഒരു സ്നേഹമില്ലാതെ. ഇന്നിപ്പോ നമ്മള് യോഗത്തിന് ചെന്ന് കഴിയുമ്പോൾ ഞാൻ കൈ കൊടുക്കൂലല്ലേ? മുമ്പ് കൈ കൊടുക്കില്ലായിരുന്നു, കെട്ടിപ്പിടിച്ചൊരു ചുംബനമായിരുന്നു. പിന്നെ പണ്ടത്തെ സഭായോഗത്തിന്റെ സുഖം ചില്ലറയാണോ? ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അത്? പിന്നെ പണ്ട് സഭായത്തിന് ചെല്ലും തന്നെ ഒരു ആവേശം, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചത്. ഞാൻ ആ സംഗീതത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ പോയില്ല, പോകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ചെങ്കിൽ അവിടെ ചെന്നപ്പോഴോ കണ്ടോ, നമ്മൾ പറഞ്ഞു അയ്യോ നാളെ ഞായറാഴ്ച ആണല്ലോ, ഇനി ചെന്നില്ല, എന്റെ പുള്ളി തെറ്റരെ വിളിച്ചോണ്ടിരിക്കും, ആ മേലെങ്കിലും പോയേക്കാം. അങ്ങനെയാ നമ്മൾ പോണത് അല്ലേ? പുള്ളി സഹായം കഴിഞ്ഞ ഉടനെ മയങ്ങാൻ കിടക്കുമ്പോൾ പുള്ളി മുറ്റത്ത് വന്നില്ല, പിന്നെ പോകത്തുമില്ല, അവിടെ പിന്നെ അങ്ങ് വലിഞ്ഞു പോവുക. അങ്ങനൊന്നും അല്ല. മുമ്പൊക്കെ പിതാക്കന്മാരൊക്കെ, ഞാൻ ഇതിൽ ഇവരെല്ലാം കൂടെ അപ്പച്ചമാരെല്ലാം പോയി ഇതിന്റെ ടേസ്റ്റ് അറിയാവുന്നതായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അന്നത്തെ സഭായത്തിന്റെ ഒരു സുഖം, കൽവറി ദർശനം കാണുന്നൻ മുൻപിലായി അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. സഭായം തുടങ്ങുന്ന പാട്ടാ, വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, ഓ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നുടെ വന്ദനം എന്നുമൻ ഗാനമായി. കണ്ടോ, ഞാൻ അവർക്കൊന്നും വിദ്യാഭ്യാസം ശകലം പോലും ഇല്ലെങ്കിലും ദൈവകൃപ ഉണ്ടായിരുന്നു. പാട്ടിന്റെ ഓർഡർ ശ്രദ്ധിക്കണം. ആദ്യം സ്തോത്രഗീതം പാടും, അതതിന്റെ കറക്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നന്ദി അറിയിച്ചുകൊണ്ട്, മൂന്നാമത്തെ പാട്ട് പാടുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഒടുവിലത്തെ പാട്ട് പാടുമ്പോൾ പ്രത്യാശ വർദ്ധിക്കുക. എന്നെ പരിജ്ഞാനത്തുള്ള പാട്ടാ പാടുന്നറിയാമോ? സഭായം തുടങ്ങുന്നത് എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ, ആ പാട്ടും പാടിക്കൊണ്ടാണ് സഭായം തുടങ്ങേണ്ടത്. നോ, നിങ്ങൾ ഈ പാട്ടിന്റെ ആദ്യം ഇൻഡെക്സ് അഗാരാരി എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സന്ദർഭമായിട്ട് പാടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പേപ്പർ ചുമ്മാ കിടന്നുകൊണ്ട് പിന്നീടാക്കാന്ന് പറഞ്ഞ് ഇട്ടതല്ലത്. തുടക്കത്തിൽ സ്തോത്രഗീതം വേണം പാടാൻ. പോട്ടെ, ഞാൻ പറഞ്ഞ അന്നൊക്കെ ആ സഭായോഗത്തിൽ ചെന്ന് ഇരുന്ന് സ്തോത്രഗീതമൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി തിരുമേശയൊക്കെ എന്താ പറയാ ഒരുമിച്ചൊന്ന് അനുഭവിച്ച് അല്ലേ? അതാ തിരുമേശയൊക്കെ എടുക്കാൻ പേടിയാ. ആ ശിശു നടത്തുന്ന ആൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് അതിന് ഇവിടുന്ന് ഉപദേശങ്ങളൊക്കെ നൽകി അപ്പൊക്കെ അടുത്ത് വരുമ്പോഴത്തേന് കൈയെല്ലാം വിറയ്ക്കും. ഇന്നിപ്പോ കൊണ്ടിരുന്നവൻ വിറയ്ക്കുക, നമ്മൾ എടുക്കുന്നവരല്ല. അവൻ വരച്ചോണ്ടാ പറഞ്ഞത്, കാരണം കൊടുത്തില്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ അവൻ അട്ടപ്പാടില്ലായിരിക്കും പിറ്റേ തിങ്കളാഴ്ച. അപ്പൊ ആ രാവിലെ എടുത്തോണ്ട് നടത്താൻ വരച്ചോണ്ട് കൊണ്ട് കൊടുക്കുക.
മുമ്പ് അങ്ങനല്ലേ, എടുക്കുന്നവൻ വിറയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ തമ്മിൽ വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്ത് പ്രത്യാശയുടെ പാട്ടുമൊക്കെ പാടി അല്ലേ. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം, ചൊല്ലിക്കൂടാത്ത ആനന്ദം അതെത്ര ശോഭിതം. ചുംബനം കൊടുക്കും പാടുന്ന പാട്ടാ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ആ പാട്ടൊക്കെ പാടിയാ വിശുദ്ധമനം കൊടുക്കുന്നത്. ഇന്നോ സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാൽ, അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതാ ഇന്ന് പാടുന്നത്. ആ പാട്ട് എഴുതിയവനും ബോധമില്ല, അതെന്താ ആ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരൻ ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിനത്തിലെ വാക്യല്ലേ, എന്താ അതിന്റെ അർത്ഥം? ഈ പുള്ളി സോദോമിന് ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വന്നോളാം അങ്ങോട്ട്. ഇപ്പൊ ഇത് ശ്രദ്ധിച്ചേ, എന്താ അതിന്റെ അർത്ഥം? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരൻ ഞാൻ സകലത്തിനും മതിയാമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിന് മേളിൽ പറഞ്ഞ കാര്യം നോക്കണേ. പൗലോസ് പറയാ, സഹോദരന്മാരെ നിങ്ങൾ എന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും പട്ടിണി ഇരിക്കാനും ഒക്കെ ഞാൻ ശീലിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. കാരണം പട്ടിണിക്ക് ഇരിക്കാനും താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അത് എന്റെ മിടുക്കുകൊണ്ടല്ല, അതിലൊക്കെ എന്നെ പ്രാപ്തനാക്കുന്ന ഒരുത്തനുണ്ടെന്ന് ആ വാക്യത്തിന്റെ അർത്ഥം. കോൺടെക്സ്റ്റ് എന്ന് വാക്യം അടച്ചു മാറ്റിക്കൊണ്ട് പോകരുത്. ഇതിലെല്ലാം എന്നെ ശക്തീകരിക്കുന്ന ഒരുത്തനുണ്ട്. ഏത്? താഴ്ചയിൽ ഇരിക്കണോ? ഐ ആം റെഡി. പട്ടിണി ഇരിക്കണോ? യെസ്, ഐ ആം റെഡി. അതിനെന്നെ പ്രാപ്തനാക്കുന്ന ഒരുത്തനുണ്ടെന്ന്. സ്തോത്രം. നിങ്ങളുടെ മുഖം ഒന്ന് കാണാനാ ഞാൻ നിർത്തിയേ. പ്രത്യാശയോടെയാണോ അതോ ചടങ്ങാണോ എന്ന്. ഈ ക്ലാസ്സിനകത്ത് ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒക്കുള്ളൂ, പിണങ്ങിട്ട് കാര്യമില്ല. സ്തോത്രം. ഞാൻ ദൈവജന ശുശ്രൂഷയ്ക്കകത്ത് ലെവലേശം ട്രാക്ക് തെറ്റി പോകത്തില്ല. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. ഏറ്റവും അധികം വിശ്വസ്തത പുറത്തേണ്ടത് ദൈവവചന ശുശ്രൂഷയ്ക്കകത്താണ്. കാരണം ദൈവത്തിന്റെ അരുളപ്പാടാണ് ഇത്. ഞാൻ വളച്ചൊടിച്ചാൽ അടി ഞാൻ മേടിക്കും. മനസ്സിലാകുന്നുണ്ടോ? തൽക്കാലം എനിക്ക് അവിടെ തൻ്റെ ഇല്ലാത്തത് കൊണ്ട് തമ്പുരാൻ പറഞ്ഞത് എന്താണോ അത് അതേടി പറയാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. നിങ്ങൾക്ക് പ്രശ്നമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നേരിട്ട് ചോദിച്ചിട്ട് കാര്യം ക്ലിയർ ആക്കിക്കോണം. എന്നോട് വഴക്കിന് വരരുത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? സ്തോത്രം. നിങ്ങളുടെ മുഖഭാവമൊക്കെ പോയോ? ഇല്ല, മടങ്ങി വരാം. നമ്മുടെ വിഷയം ഇവിടെ കിടക്കുന്നല്ലോ. ഗർവവും അഹങ്കാരവും തീൻപുളപ്പും ദൈവകോപം വന്നിറങ്ങാൻ കാരണമാകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ തമ്മിലുള്ള ഊഷ്മതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതികളൊക്കെ മാറ്റിയിട്ട്, നമ്മുടെ അഹംഭാവമൊക്കെ മാറ്റി, നമ്മുടെ നിഗളഭാവമൊക്കെ ഒന്ന് മാറ്റി, ഏറ്റവും അധികം വിനയപ്പെട്ട് വിധേയപ്പെട്ട് ദൈവത്തിൽ ഇരിക്കുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. ഉയർച്ചയൊക്കെ ദൈവം തരും. പക്ഷെ നമുക്ക് ഉയരുക എന്നുള്ളതല്ല, താഴുക എന്നുള്ളതാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഉയർച്ച കിട്ടാൻ വേണ്ടി താഴുകയല്ല, താഴുന്നവനെ ദൈവം ഉയർത്തുക, അത്രേ ഉള്ളൂ. ഉയരാൻ വേണ്ടി താഴണ്ട. ആത്മാർത്ഥമായ ദൈവത്തിന് വിധേയപ്പെടുന്ന ഉയർത്താൻ ദൈവത്തിന് അറിയാം. ദൈവം അത് ചെയ്യും. യെസ്, താങ്ക് യു. അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. നമ്പർ 1 ഞാൻ പറഞ്ഞു, ഗർവം അഥവാ അഹങ്കാരം, നിഗളം. നിങ്ങൾ ദിനവൃത്താന്തം 2-ാം പുസ്തകം 32-ാം അധ്യായം ഒന്നെടുത്തേ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 32-ാം അധ്യായം. 2 Chronicles chapter 32 verses 24 onwards. 24 വാക്യം ഒന്ന് വായിച്ചേ. 2 വാക്യം വായിക്കണം. ഇപ്പം ആദ്യം ദിനവൃത്താന്ത പുസ്തകം വായിക്കാനും ശേഷം നമുക്ക് ഹോശേയ പ്രവചനത്തിലേക്ക് ഒന്ന് വരണം.
അക്കാലത്ത് യെഹെസ്കേലിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. മരണകരമായ രോഗം പിടിച്ചു. കാരണം പറയുന്നുണ്ട്, വായിച്ചേ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അതിനവൻ ഉത്തരമരളി, ഒരു അടയാളവും കൊടുത്തു. എന്നാൽ യെഹെസ്കേൽ തനിക്ക് ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. അതുകൊണ്ട് അവന്റെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തന്റെ യെരുശലേം നിവാസികളും അതുകൊണ്ട് യഹോവയുടെ കോപം യെഹെസ്കേലിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. മതി. ഞാൻ ആ ഭാഗം വായിച്ചിരിക്കാൻ സഹോദരി വായിച്ചത് കറക്റ്റ് ആണ്. ഞാൻ നമ്മോട് വായിക്കാം. ആ കാലത്ത് യെഹിസ്കീയാവിന് മരണകരമായ ദീനം പിടിച്ചു. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 32-ാം അധ്യായത്തിന്റെ 24 വേദഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ആ കാലത്ത് യെഹിസ്കീയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരളി ഒരടയാളവും കൊടുത്തു. എന്താണ് അടയാളം? എന്നാൽ യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. ദൈവം ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കാതെ നിഗളിച്ചു. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. അടുത്ത വാക്ക്, എങ്കിലും തന്റെ ഗർവത്തെ കുറിച്ച് യെഹിസ്കീയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹിസ്കീയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. 2 ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗം വായിച്ചത്. എന്ത് പ്രശ്നം? ഇത്രയേ ഉള്ളൂ. യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടന്നില്ല. പകരം എങ്ങനെ നടന്നു? നിഗളിച്ച് നടന്നു. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. ഒരുത്തൻ തോന്നിവാസം കാണിച്ചത് കൊണ്ട് യഹൂദാദേശത്തുള്ളവർക്കും യെരുശലേം ദേശത്തുള്ളവരുടെ മേലും ദൈവത്തിന്റെ കോപമുണ്ടായെന്ന് രാജാവാണെന്ന് നടക്കുന്ന ഒറ്റ ഒരുത്തന്റെ നെകളിപ്പ് നിമിത്തം ഒരുത്തൻ മാത്രമല്ല 2 ദേശം കഷ്ടം സഹിക്കാൻ പോവുക. എന്താ കുഴപ്പം? ദൈവം ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കാതെ നിഗളിച്ചു. അത്രയേ ഉള്ളൂ. നമ്മുടെ സഭയിലും സഭായോഗത്തിലും ഉപവാസ പ്രാർത്ഥനയിലും പറയാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇതാണ്. ബന്ധനം നമുക്ക് പിന്നെ സമയം ഉണ്ടായിരിക്കും, അല്ലെ അവിടെ ഇരുന്നോട്ടെ, ചുമന്നോട് നടക്കൊന്നും വേണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ കാര്യം? നിങ്ങളുടെ മുഖഭാവമാവുന്നറിയാം നീ നോക്കിയത്. ദൈവം ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കണം. പക്ഷെ ഇവിടെ എന്താ പറ്റി യെഹിസ്കീയാവിന്? നിങ്ങൾ അതിന്റെ 26-ാമത്തെ വാക്ക് ഒന്ന് വായിച്ചേ. അതിന് പരിഹാരം വന്ന എങ്ങനെയാണ്? യെഹിസ്കീയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ച വാക്യം. എങ്കിലും തന്റെ ഗർവത്തെ കുറിച്ച് യെഹിസ്കീയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് അഹങ്കരിച്ചത് പിന്നെ യെരുശലേം നിവാസികൾ തങ്ങളെ തന്നെ താഴ്ത്തിയെ. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഉപകാരം ഒത്തുവണ്ണം നടക്കാതെ പോയ യെഹിസ്കീയാവല്ലേ. പക്ഷെ ദൈവത്തിന് താഴ്ത്തിയപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം യെഹിസ്കീയാവിന് നിമിത്തമാണെന്ന് പറഞ്ഞ് പരസ്പരം പഴി ചാരി പോകാതെ എല്ലാവരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്താൻ മനസ്സു വെച്ചു. ആ പോയിന്റിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഇത് അവൻ ചെയ്തത് കൊണ്ടാണ്, അവള് ചെയ്തത് കൊണ്ടാണ്, ഇവൻ ചെയ്തത് കൊണ്ടാണ്, ഇവള് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ കുറ്റം പരസ്പരം പഴിചാരാതെ യെഹിസ്കീയാവാണ് പാപം ചെയ്തതെങ്കിലും യെരുശലേം നിവാസികൾ മൊത്തം ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയത് കൊണ്ട് ഒരു ദേശത്ത് വരാമായ ദൈവകോപം ഒഴിഞ്ഞുപോയി. എന്റെ പൊന്നെ, എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ അല്ലേ? ഹോശേയപ്രവചനം 5-ാം അധ്യായം 5 മുതലുള്ള വാക്യം വായിച്ചേ. ഹോശേയ 5:5 മുതൽ. ഇസ്രായേലിന്റെ അഹംഭാവം
രണ്ടുപേരും വായിച്ചു, വാക്യമല്ലേ വായിക്കേ. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് എന്തോ ഇസ്രായേലും എഫ്രൈമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും. യഹൂദയും അവരോട് കൂടെ ഇടറി വീഴും. യഹോവയെ അന്വേഷിക്കേണ്ടതിനെ അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടു ചെല്ലും. എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല. അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടും ഇല്ല. മതി. ഈ രണ്ട് വാക്യത്തിൽ ഒരുപോലെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലും എഫ്രൈമും തങ്ങളുടെ അകൃത്യത്തിൽ ഇടറി വീഴും. 7:10 അത് തന്നെ പറയണേ. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഞാനിത് വിശദീകരിക്കണോ? യഹൂദയുടെ അഹംഭാവം അവന്റെ മുഖത്ത് അറിയാവുന്നു. സന്ദർഭം വേറെ ആണെങ്കിലും ഞാൻ ആ വാക്യത്തിന്റെ അക്ഷരിക അർത്ഥം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിലേക്കല്ല ഞാൻ പോകുന്നത്, അത് വേറെയാണ്. സ്തോത്രം. എന്തുകൊണ്ടാ ദൈവം നമ്മുടെ അടുത്ത് വരാത്തത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തെന്ന് അറിയാമോ? 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ച്. 5:15 ഹോശയ. എഫ്രൈമിന് മാനുഷകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. ഹോശയ 5:15. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. എപ്പോഴാ? കഷ്ടതയിൽ. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോ എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഹോശേപ്പുറനൊക്കെ നമുക്ക് ദൈവത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പഠിക്കാം. അപ്പോൾ ആ വാക്യത്തിന്റെ കോൺടെക്സ്റ്റ് എന്താണെന്നറിയാം. ഞാൻ ആ കോൺടെക്സ്റ്റ് എടുത്ത് ആ അക്ഷരിക അർത്ഥം മാത്രം എടുത്തുള്ളൂ. യഹൂദയുടെ അഹങ്കാരം അവന്റെ മോഹത്ത് നോക്കി അറിയാവുന്നു. തങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല. അവന്റെ അകൃത്യം അവന്റെ മോഹത്തിരിപ്പുണ്ട്. എന്നിട്ട് ഇവൻ തലകുത്തി മറിഞ്ഞതുകൊണ്ട് തമ്പുരാൻ പറയാം, നീ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയല്ല. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഈ വാക്യമൊക്കെ നിങ്ങൾ മറന്നു പോകരുതേ. നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എപ്പോഴും മനസ്സിൽ തെളിയുന്ന പോലെ അത് വെച്ചേക്കണം. കണ്ടോ? അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോ എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, കുറ്റം നമ്മുടെ ഭാഗത്താ. കാരണം നമ്മുടെ അഹങ്കാരം മുഖത്തിരിക്കുക എന്ന് വാക്യം പറയുന്നു. യഹൂദയുടെ അഹങ്കാരം അവന്റെ മുഖത്ത് തന്നെ സാക്ഷീകരിക്കുന്നു. അവരോട് മിണ്ടുകയല്ല. എന്തോ വലിയ ആളാണെന്നുള്ള നിലയില്ല. പ്രത്യേകിച്ച് ദൈവമക്കള് തമ്മി കണ്ട മിണ്ടുവോ ചിരിക്കുകയോ ഒന്നും ചെയ്യല. ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട വേറെ ദൈവമക്കളെ കണ്ട നോക്കിയ ചിരിക്കോ പറയുകയോ ചെയ്യും. ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കാര്യം പറഞ്ഞില്ലേ? സ്തോത്രം. കുറേ വർഷം ദൈവമക്കളാണെന്നുള്ള സന്തോഷമെങ്കിലും വേണ്ടേ? വേണമെന്നേ. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പുറത്തോട്ട് പോകാനല്ല ഇരിക്കുന്നേ. ഞാൻ എപ്പോഴും ഓർക്കണം, ഇവിടെ ആ 2-3 മണിക്കൂർ ഒരുമിച്ചിരിക്കുന്ന ഇരിക്കുന്ന 2-3 മണിക്കൂർ പോലും മനസ്സ് തുറന്ന് അയക്കൊണ്ടിരിക്കാൻ മേലാത്തുള്ള അവിടെ ചെന്ന് ഒരുമിച്ചിരിക്കുന്ന സ്ഥിതി എങ്ങനായിരിക്കും? അതെനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിച്ച. ഇവിടെ ഒരു 3 മണിക്കൂർ ഐക്യത്തോടെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം കൂടെ അവിടെ ചെന്നിച്ചിനി നിത്യത മുഴുവൻ ഒരുമിച്ചിരിക്കുമെന്ന് ഇരുന്നതാ. സ്തോത്രം. ഇവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ മേലാത്തവരും
ഇവിടെ പോട്ടെന്ന് വെക്കാൻ മനസ്സില്ലാത്തവർ, ഇവിടെ ക്ഷമിക്കാൻ വയ്യാത്തവരും, ഇവിടെ കരുണ കാണിക്കാൻ വയ്യാത്തവരൊന്നും അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രിയരെ, നിങ്ങൾ വെറുതെ അബദ്ധത്തിൽ പെട്ടുപോകരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും ഇടപെടരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. സജിന് ഗൾഫിന് പോകാൻ വിസ റെഡിയായി, പെർമനന്റ് ആയിട്ട് പോകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടാരക്കര വന്നിറങ്ങി ഇഞ്ചക്കാടോട് പോകാൻ വേണ്ടിയിട്ട് സജിൻ കർത്താവദാസൻ ഓട്ടോയ്ക്ക് വരുമ്പോഴാണ് വേറെ ഓട്ടോക്കാരൻ വന്നു. ഇദ്ദേഹം സഞ്ചരിച്ച ഓട്ടോയും ആ ഓട്ടോയും തമ്മിൽ ഇപ്പൊ ഇടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. മറ്റവും വണ്ടിയെ നിരക്കിച്ചു, ഭയങ്കര ബഹളം, ഉന്നുന്നു തള്ളുന്നു, ബഹളം വെക്കുന്നു, പറയാത്തതൊന്നുമില്ല. സജിൻ ഒറ്റ അക്ഷരം പോലും തിരിച്ചു മിണ്ടുന്നില്ല. തല്ലുവെന്നും പറയുന്നില്ല, കൊല്ലുവെന്നും പറയുന്നില്ല, ആ ഓട്ട തള്ളി പുലവൻ തോട്ടി കളയുമെന്നും പുള്ളി പറയുന്നില്ല. എന്താ കാര്യം? ഇവൻ കിടന്ന് ചാടുമ്പോഴൊക്കെ മിണ്ടാതിരിക്കുന്ന വായി നാക്കില്ലാഞ്ഞിട്ടല്ല, വിസ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഇവൻ പറയുന്നതിന്റെ പുറകെ പോയാൽ പോക്ക് നടക്കുകയല്ല. നിനക്ക് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? കർത്താവദാസൻ ബോധൻ അദ്ദേഹം ഇവിടുന്ന് കൊട്ടാരക്കര നിന്ന് പോയി ഗുജറാത്തിൽ മലയാളം ഇല്ലാത്ത ഹിന്ദിക്കാർ മാത്രമുള്ള സ്ഥലത്ത് ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ വിശ്വാസത്തോടെ ചെന്ന് വേറെ തുടങ്ങി ഇന്നിപ്പോ സഭയുള്ള ദൈവദാസനാണ് അദ്ദേഹം. സ്തോത്രം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ദുബൈയിലുണ്ട്, വിളിച്ചാലും പുള്ളി പോകത്തില്ല. കാരണം പുള്ളി വടക്കേണ്ടിട്ട് ഒരിടപാടുമില്ല. ദൈവം തനിക്കൊരു ദർശനമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമില്ല, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വിസ കൈ കിട്ടിയിരിക്കുന്നവൻ അലമ്പിന് പോവുകയല്ല, ബഹളത്തിന് പോവുകയല്ല, ചീത്ത വിളിക്കല്ല, കേസ് കൊടുക്കാൻ പോവുകയല്ല. കാരണം അങ്ങനെ വന്നാൽ യാത്ര മുടങ്ങും. എന്നതുപോലെ നിത്യത ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു ദൈവ പൈതൽ ഇവിടുത്തെ ചെറുതും നിസ്സാരമായ കാര്യം പറഞ്ഞ് നിത്യതയ്ക്ക് തടസ്സമുണ്ടാകുന്ന ഒന്നിലും ഇടപെടരുന്ന ഞാൻ ഈ പറഞ്ഞ, മനസ്സിലായോ? അവര് പറഞ്ഞതൊത്തില്ല, ഇവർ നോക്കിയതൊത്തില്ല, എന്നാലും അവർ അങ്ങനെ കാണിച്ചില്ലേ, ഇവരിങ്ങനെ കാണിച്ചില്ലേ, എന്നാൽ എന്നോട് അങ്ങനെ കാണിക്കാമോ? നീ അതും പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. പോട്ടെന്ന് ഈ ചപ്പും ചവറൊക്കെ വിട്. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറഞ്ഞല്ലേ ഫിലിപ്പർ 4:8 വായിക്കണം. ചിന്തിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളണം. എന്നിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യം വായിക്കണം. ആകയാൽ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ദൈവത്തോടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാവും അവനുടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. കണ്ടോ? ചിന്തിക്കാൻ എന്തെല്ലാം കാര്യമുണ്ട്, അതൊന്നും ചിന്തിക്കുകയല്ല. നമ്മളിരുന്ന് ആലോചിക്കുക. എന്നാലും ജോണിക്കുട്ടി പാസ്റ്റർ, എന്നാലും തങ്കച്ചൻ പാസ്റ്റർ എന്നെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ആലിസമാമ, ഇതും കൊണ്ട് നടന്ന ആവശ്യമില്ലാത്ത ചരക്ക് കൊണ്ട് ദയവായി നിങ്ങളുടെ നിത്യതയ്ക്ക് ദോഷം വരുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. വിട്ടുകളയുന്നേ. ചുമന്നും നടക്കുന്നവർ നടക്കട്ടെ, നിങ്ങൾ ഫ്രീ ആകെ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും യഹൂദിയോട് ദൈവം പറയാ, നിന്റെ അഹങ്കാരം നിന്റെ മുഖത്തിരിപ്പുണ്ടെന്ന്. അവിടെ നീ പ്രാർത്ഥിച്ചാലും ഓൺലൈൻ പ്രയർ നടത്തിയാലും 21 days ഫാസ്റ്റിംഗ് നടത്തിയാലും നോൺ സ്റ്റോപ്പ് വർഷിപ്പ് നടത്തിയാലും ഞാൻ മൈൻഡ് ചെയ്യുകയല്ല. അതുമല്ല, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കോളാം, ഞാൻ മടങ്ങിപ്പോ എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും. ഞാന് ഈ ഗർവ അഹങ്കാരത്തിന് കുറെ വാക്യങ്ങൾ റെഫറൻസ് മറന്നു പോയിരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം അവിടെ നിർത്തുക. ഗർവ അഹങ്കാരം ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയാം. രണ്ടാമത്തെ കാര്യം ചിന്തിക്കാൻ സമയം പോയി. തീൻപുളപ്പ്. തീൻപുളപ്പ് അതൊരു പാപമാണ്, നമുക്ക് മനസ്സിലായില്ലല്ലേ? പാപമാണെന്ന് മാത്രമല്ല, ഒരു ദേശം നശിപ്പിക്കാൻ മതിയാകുന്ന പാപമാണ്. ഫുൾനെസ് ഓഫ് ഫുഡ് എന്നാ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. തീൻപുളപ്പ്. ഞാൻ എസ്കേൽ 16:49 വെച്ചാണ് ഇത് പറയുന്നത്.
നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വാക്യം പറയാതെ കാര്യത്തിലേക്ക് ഞാൻ കടന്നത്. മറക്കരുത് ആ കുറിവാക്യം. എന്റെ സഹോദര, സോദോമിന്റെ പാപമോ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയസ്വരും, അത് നമുക്ക് പിന്നെ പറയാം. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. തീൻപുളപ്പ്, നിങ്ങള് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാനവുമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും ആകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും. മറ്റൊരു വാക്യം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്നും നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാം. ആണല്ലോ. ലിസൺ മീ കെയർഫുള്ളി. നമ്മുടെ ശരീരം വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമല്ല പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള മന്ദിരമാക്കി വിട്ടുകൊടുത്തിരിക്കുക. ആണോ അല്ലയോ? എഗ്രീഡ്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ശരീരം ഒരു ഡംപിംഗ് യാർഡാക്കി മാറ്റരുത്. മനസ്സിലായില്ലല്ലേ? ഡംപിംഗ് യാർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടില്ലേ, മുനിസിപ്പാലിറ്റിന്ന് രാവിലെ വണ്ടി വന്ന് വേസ്റ്റ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോയി അതെല്ലാം കൊണ്ട് കളയുന്ന ഒരു സ്ഥലമില്ലേ, വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടുന്നേ. അങ്ങനെ ചെയ്യുന്നതിനാ ഡംപിംഗ് യാർഡ് എന്ന് ഈ പറയുന്നത്. ഏത് സാധനം കൊണ്ട് തട്ടുന്ന ഡംപിംഗ് യാർഡ് അല്ല നമ്മുടെ ശരീരം. അങ്ങനെയൊക്കെ ഉപദേശമുണ്ടോ? പുസ്തകം പഠിച്ചു നോക്ക്. സ്തോത്രം. എന്ത് കിട്ടിയാലും തട്ടുക എന്നുള്ളതല്ല, വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ആത്മിക പക്വത ദൈവഭക്തനുണ്ടാകണം. സ്തോത്രം. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ദൈവമക്കൾ തന്നെ ശ്രദ്ധിക്കണമെന്നേ. ഞാൻ ഒരു കാര്യം പറയാം, ദയവായി ആഹാരം വേസ്റ്റ് ആക്കാതെ സൂക്ഷിക്കുക. 2, എപ്പോൾ ഭക്ഷണം കഴിച്ചാലും മറ്റുള്ളവരെ കൂടെ കരുതുക. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണാനിരിക്കുമ്പം കാണും, എന്റെ പൊന്നു, ചിലപ്പോ അങ്ങ് സങ്കടവും നാണമൊക്കെ തോന്നിപ്പോവും. കസേരക്കുള്ള പിടിപിടി. ആരെങ്കിലും നമ്മൾ പിടിച്ചിട്ട് കസേര വന്നിരിക്കുകയാണെങ്കിൽ ഒരു നോട്ടമുണ്ട്, ഇരിക്കട്ടെ, അവിടെ ഉണ്ടാക്കി വെച്ച മുഴുവൻ കഴിച്ചേച്ച് പോകുന്നില്ലല്ലോ. ആ വയറിനകത്ത് ഒതുങ്ങി കഴിക്കുള്ളൂ. ഇവിടെ ആളുണ്ട്. മുമ്പാണ് ടവലിൽ, ഇപ്പം ബാഗ് തന്നെ എടുത്തു വെക്കും, ആരും കയറി ഇരിക്കാതിരിക്കാൻ. എന്റെ പൊന്നോ, അതെ, ചിലപ്പോ അങ്ങ് ഭയങ്കര ലജ്ജ തോന്നി പോകാറുണ്ട്. എന്നുവെച്ചാ ഒരു 5-6 പേർ ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന മുഴുവൻ അങ്ങ് പെറുക്കി വെച്ച്, അവരാണ് എണ്ണയായിരിക്കും ആ കട്ടച്ച കൊണ്ടുവച്ചത്, കസേരയുടെ എണ്ണം അനുസരിച്ച്. അപ്പുറത്തിരിക്കുന്ന കഴിക്കാൻ വരുമ്പോ കട്ടേലിന്റെ പാത്രത്തിനകത്തില്ല, സോസ് നേരത്തെ തീർന്നു. സ്വോത്രം. ഉള്ളതെല്ലാം നമ്മുടെ പാത്രന്മാരും കുടഞ്ഞിട്ടേച്ച് തൊട്ടടുത്തിങ്ങനെ പരിഗണിക്കാൻ. അതൊന്നും ചെയ്യരുത്. പീസ് കൊണ്ടുവന്നാട്ടെ, ബീഫ് ഇട്ടാട്ടെ, കഴിച്ചു, വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനൊരു രീതിയില്ലേ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, കല്യാണത്തിന് പോകാൻ നിങ്ങൾ ഉപവാസമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോരണം എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ അല്പം കൂടിയാൽ അങ്ങനെയും ചെയ്യും കേട്ടോ. ചിലരങ്ങനെയാണ്. ചില വീട്ടിൽ ചെന്നാൽ പിന്നെ അവരന്ന് ഉപവാസ, പപ്സ് കഴിക്കുകയല്ല. അന്നേരം ഓർത്തോണം, ആ വീട്ടുകാരോട്ട് പിന്നെ എന്തോ മാനസികമായിട്ട് ഉടക്കൊണ്ടെന്നോ. അതിനൊത്തിരി വെളിപ്പാടും ദർശനമൊന്നും വേണ്ടല്ലോ. പപ്സ് കഴിക്കാത്ത ഒരു ടീം ഒറ്റ നിപ്പിന് 3 പപ്സ് കഴിക്കുന്ന ആളാ. പക്ഷെ എന്താ പറയാ, സണ്ണിച്ചാന്റെ വീട്ടിൽ ചെന്നപ്പോ പപ്സ് വേണ്ട. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തരട്ടെ. അത്രമാത്രം ഞാൻ ആ ഭാഗം വിടുന്നു. നോക്ക, തീൻപുളപ്പ്, അതിഭക്ഷണം. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6-21 വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6:21.
നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. മതി മതി മതി, സ്പീഡിൽ വായിച്ചു പോകാതെ. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത്, അങ്ങനെ വാക്കില്ലേ? നിർത്തിയോ? വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. മതി 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 മതി, അത്രയും മതി. സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് മാത്രമേ എടുക്കാവൂ. എല്ലാം കൂടെ എടുത്ത് കുടഞ്ഞിട്ടു കുഴച്ച് മുഴുവൻ തീർക്കാൻ വയ്യ, അത് എഴുന്നേറ്റ് പോകരുത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ? സ്തോത്രം. ഒരു ദൈവത്തിന്റെ സ്പിരിച്വൽ ഡിസിപ്ലിനകത്ത് നിശ്ചയമായിട്ട് ഉണ്ടാകേണ്ട സംഗതിയാണത്. നമ്മൾ കഴിക്കാത്ത സാധനമാണോ? എടുക്കണ്ടല്ലോ. വേണ്ടാത്തതാണോ? ഒഴിവാക്ക്. ഇതങ്ങനെ ചെയ്യല്ല. എല്ലാം കൂടെ വാങ്ങിച്ച് ഇട്ട് ആകപ്പാട്ട് ആളിച്ച് വിളിച്ച് വല്ലാണ്ടാക്കി വെച്ചിട്ട്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക, ഷാജി പാസ്റ്റർ പറഞ്ഞു കേട്ട ഞങ്ങൾക്കാർക്കും മാനം മര്യാദ അറിയാൻ മേലാത്തവരാണോ? ഞങ്ങളെല്ലാം ജന്മത്തിൽ അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇപ്പൊ ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതല്ലേ. സഭായം 10 മണിക്കാണ് തുടങ്ങുന്നത്. 10:15 11 വരുമ്പോ എന്നാ കല്യാണമാണെന്ന് പറയട്ടെ, 9:15 ആകുമ്പോഴേ പോയി ഷട്ടറെ പിടിച്ചോണ്ട് നിൽക്കുക. കല്യാണം അപ്പുറത്ത് നടക്കുക. പെണ്ണും ചെറുക്കനും വന്നിട്ട് പോലുമില്ല. 9:15 ആയപ്പോൾ നമ്മുടെ ഷട്ടറിന്റെ അവിടെ പിടിച്ചോണ്ട് നിൽക്കുക. അകത്തന്നേരം ടേബിളൊക്കെ നിരത്തുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഷാജി പാസ്റ്റർ എങ്ങനെ വെളിപ്പെട്ടെന്നല്ലേ? പിന്നെ എന്നെ പോലെ വെളിപ്പാടുള്ളവർ ആരാ ഉള്ളത്? സ്തോത്രം. പ്രിയരെ, ദൈവകോപത്തിന് പാത്രമാകുന്ന പാപങ്ങളിൽ മെയിൻ സംഗതിയാണ് തീൻ പുളപ്പം. എന്ത് കിട്ടിയാലും തിന്നും മതിച്ച് നടക്കുന്ന അവസ്ഥ. ഡോണ്ട് ഡു ദാറ്റ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നട്ടം തിരിയുന്ന ആയിരങ്ങൾ വേറെ ഉണ്ടെന്നറിയണം. ആ അനുഭവത്തിന് ദൈവങ്ങൾ വന്നവരും ഒരുപക്ഷെ ഇതിനകത്തും ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഭക്ഷണത്തിനായി, ഒരു നേരത്തെ ആഹാരത്തിനായിട്ടൊക്കെ കഷ്ടം സഹിച്ച അലഞ്ഞിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ഞാനത് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഡോണ്ട് ഡു ദാറ്റ്. എപ്പോഴാഹാരം കിട്ടിയാലും നൽകിയ ആഹാരത്തിനായി സ്തോത്രം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമേ കർത്താവ് എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചേ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങനെ കർത്താവെ കിട്ടിയ ആഹാരത്തിനായി സ്തോത്രം. ഇതിന്റെ മുഖാന്തരങ്ങളെ മാനിക്കണമേ, ഭക്ഷിച്ച് ബലപ്പെട്ടിന്റെ കൈവെപ്പിൽ പോലും കളയാതെ മുഴുവൻ തിന്നാൻ കൃപ നൽകണേ. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. മനസ്സിലാവുക? ഞാനെപ്പോഴും ഓർക്കും, സാധു കൊച്ചുകുഞ്ഞുദേശി ഒരു ദിവസം 4 or 5 ദിവസവും അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാരാമണിൽ ഒരു യോഗം നടക്കും. ആ യോഗത്തിൽ പ്രസംഗിക്കാൻ കൊച്ചുകുഞ്ഞുദേശിയെ വിളിച്ചു. അദ്ദേഹം ചെന്ന് മനോഹരമായ ദൈവജന ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടുകാർ പറഞ്ഞ ദൈവാസനെ പോകരുത്, ഭക്ഷണം കൊണ്ട് കഴിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞു. എന്നാട്ടെ, കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ വീട്ടിലെ ആന്റി എല്ലാം നല്ല വിഭവസമൃദ്ധമായ സാധനം നേരത്തെ ഉണ്ടാക്കി ചൂടോടെ വെച്ചിരിക്കുക. അപ്പൊ ചെന്നിരുന്നപ്പോഴത്തേന് ഇത് അടപ്പെല്ലാം നമ്മൾ തുറന്നു. അപ്പൊ നല്ല മീൻകറിയുടെയും നല്ല ചൂടുള്ള മോരിന്റെയും അച്ചാറിന്റെ ഒക്കെ മണം വന്നപ്പം അറിയാതെ കൊച്ചുകുഞ്ഞുദേശി ഇത് ചെയ്തു. ഞാൻ മണം പിടിച്ചു. ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു. കൊച്ചുകുഞ്ഞെ, നീ എന്തായി ചെയ്തതെന്ന് ചോദിച്ചു പരിശുദ്ധാത്മാവ്. അദ്ദേഹം ചെയ്ത് കേൾക്കണം. വീട്ടിൽ അമ്മാമ ഒരു ദൈവാസ പ്ലേറ്റ് തരാൻ പറഞ്ഞു. ആ പ്ലേറ്റ് അതൊരു ശകലം ചോറും അല്പം മോരും തോരനും അച്ചാറിന്റെ ശകലം എടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. 5 ദിവസമൊക്കെ പട്ടിണി കടന്നേച്ച് വിഭവസമൃദ്ധമായ സദ്യ മുമ്പിൽ കിട്ടിയാൽ നമ്മുടെ രംഗം എങ്ങനെ ആയിരിക്കും? ആന കരിമ്പിക്കാട്ട് കയറിയ പോലെ ആയിരിക്കും. കണ്ടോ, എന്റെ കഷ്ടത അറിഞ്ഞ് എന്റെ സാഹചര്യം പറഞ്ഞ് ദൈവത്താൽ ഒരുക്കപ്പെട്ട വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറഞ്ഞ് അലച്ചു വീഴുള്ളൂ ഞാനായിരുന്നെങ്കിൽ. കണ്ടോ, പരിശുദ്ധാത്മാവ് ചോദിച്ച മണം യോഗ്യമല്ല എന്നതിൽ ആസ്വദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കി
കൊച്ചു കുഞ്ഞ നീ എന്താ ചെയ്തെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ആ സെക്കൻഡ് അന്യഭാഷ ഒന്നും വേണ്ട അതിന്. നമുക്ക് പിന്നെ അതില്ലെങ്കിൽ ഒന്നും തിരിച്ചറിയുകയല്ലോ. നമ്മളോട് എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് സംസാരിച്ച് അന്യഭാഷയിൽ അല്ലാത്ത കാരണം നമുക്കൊന്നും ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അതാണ് നമ്മുടെ ഗുണം. സ്തോത്രം. ഞാൻ ആരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദൈവകോപത്തിന് പാത്രമാകുന്ന പാപങ്ങളിൽ പ്രഥമമായ സംഗതിയാണ് തീൻ പുളപ്പ്. മനസ്സിലാകുന്നോ? ബ്രെഡിന്റെ കഷ്ണം പോലും വേസ്റ്റ് ആക്കി കളയരുത്. സ്തോത്രം. 5000 പേർക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മിച്ചം വന്ന ഒറ്റ കഷ്ണം കളഞ്ഞേക്കത് പൊറുക്കിയെടുത്തോളെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഞാനിവിടെ മിറക്കിൾ ചെയ്തു, നിങ്ങളുടെ എല്ലാം വയറ് നിറഞ്ഞു. അത് മാത്രം പോരെ, വിശന്നിരിക്കുന്ന വേറെ ഉണ്ട്, പെറുക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചും ദൈവസ്ഥന് കിട്ടിയതിന്റെ ഒരു ചെറിയ പീസ് പോലും കളയരുതെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുക കർത്താവ്. കണ്ടോ? എല്ലാവരും പറഞ്ഞു പെറുക്കിക്കോണം, ഒറ്റ പീസ് പോലും കളയരുത് പറഞ്ഞു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? വന്നൊരു കൊട്ട മിച്ചം കിട്ടുന്നത് മാത്രം. എന്തിനാന്നുള്ളത് അറിയണം. പ്രാർത്ഥിച്ചും ദൈവത്തിന് കിട്ടുന്നതിന് ഒരു ചെറിയ പീസ് പോലും വേസ്റ്റ് ആക്കരുത്, വേസ്റ്റ് ആക്കരുത്, വേസ്റ്റ് ആക്കരുത്. പെറുക്കിയെടുത്തോളാൻ പറഞ്ഞു. കണ്ടോ? തീൻപുളപ്പ് പാടില്ല. എന്ന് കരുതി ആഹാരം കഴിക്കാതെ പട്ടിണിക്ക് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞേ. അങ്ങനല്ല. ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും കിട്ടുന്നതിൽ നല്ല ആഹാരം തന്നെ കഴിക്കണം. അത് വയറ് നിറച്ച് കഴിക്കണം. ആവശ്യത്തിനെ കഴിക്കാം. വയറ് നിറച്ച്. പണ്ടൊരാൾ പറഞ്ഞല്ലോ, ഓരോ ഗ്ലാസ് പായസം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ പോലെ. ഓരോ ഗ്ലാസ് കേട്ടപ്പോ പിടി കിട്ടിയില്ല. ഓരോ ഗ്ലാസ് പായസം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കഴിക്കണം. അമിത ഭക്ഷണം നമ്പർ 1 പാവം. നിങ്ങൾക്കറിയാമോ? പാവം കയറിയ നമ്പർ 1 സൂത്ര ഇത്. തീറ്റിക്കകത്തൂടെ ഇതിനകത്ത് കയറിയത്. അതാദ്യം ഓർത്തു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പോകരുത്. സ്തോത്രം. സമയം തീരുന്നത് കൊണ്ടാണ് ഞാൻ സ്ലോ ആയി വന്നത്, അല്ലാതെ അടുത്ത് പറയാനായിട്ട് കയ്യിലില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഇടയ്ക്ക് വായിച്ചാൽ നോക്കിയപ്പോഴത്തേക്കിന് സമയം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ തീൻപുളപ്പിന്റെ മറ്റു ഭാഗം ഞാൻ പിന്നെ പറയാം. നിങ്ങൾക്ക് ബോധ്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായി ഗ്രഹിച്ചോ ദൈവമക്കളെ? ക്ലാസ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ കൃത്യമായിട്ടും 4 ഭാഗങ്ങളും പറഞ്ഞു പോകാനേ പറ്റൂ. ഇതൊരു പ്രസംഗമല്ലല്ലോ, ക്ലാസ് അല്ലേ. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗുണം വരുന്ന പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഐ ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട്. ഞാൻ കണക്ക് ബോധിപ്പിക്കണമെന്നുള്ള ഭയം എന്റെ മേലുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് യാതൊരു മുഖം നോക്കാതെ പറയുന്നത്. നിങ്ങൾ വിദ്വേഷമൊന്നും കാണിക്കരുത്. വിദ്വേഷം കാണിച്ചാലും ഞാനിത് പറയുമല്ലോ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി അതെല്ലാം ഒഴിവാക്കി, ഗർവമോ നിഖളമോ അഹംഭാവമോ ഒന്നും നമുക്കില്ല. ഇല്ല, നമ്മൾ ഉറപ്പുവരുത്തണം. പലരും നടന്നോട്ടെ, ലെറ്റ് ദം എൻജോയ്, അവരത് ആസ്വദിച്ചോട്ടെ. പക്ഷെ നമുക്ക് പാടില്ല. ഓരോ ദിവസം കഴിയും തോറും, ഓരോ ദിവസം വളരും തോറും, ഓരോ ദിവസം ദൈവത്തിൽ മുതിരും തോറും നമ്മൾ ദൈവസന്നിധിയിൽ വിധേയപ്പെടുകയും താഴുകയും വിനയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവം നമ്മെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ദൈവപ്രസാദം ജീവൻ നയിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ച് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടല്ലോ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.